കൂട്ടുകാരി അപ്പോൾ ദേ നല്ല പലിഞ്ഞീനും മുട്ടയൊക്കെ ഉള്ള ചാള കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് സൂപ്പറാക്കി കറി വെച്ചെടുത്താലോ. ദേ അതിന് വേണ്ടിയിട്ട് ചാളയൊക്കെ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. വലിയ ചാള ആയതുകൊണ്ട് തന്നെ 2 കഷ്ണാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ദേ ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വേപ്പില, പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മീൻ വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് തിളയ്ക്കാൻ വെക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴാണ് അതിലേക്ക് നമ്മൾ കുടപ്പുളിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ കുടപ്പുളിയും ഉപ്പും കൂടി വേറെ അവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഒരു സവാളയും തക്കാളിയും അതുപോലെ ഇഞ്ചിയും കൂടി എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതേ കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കാം. അപ്പോൾ തേങ്ങ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതേ മീൻ കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയും ഒന്നുകൂടി നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. ഇതേ നമ്മുടെ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കുറുകി വറ്റിയ നമ്മുടെ മീൻ കറിയിലേക്ക് ഈ പാൽ കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ പാല് പിരിയാതെ സാവധാനം ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചാളക്കറി ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ.